സി അർണവ്, ഞാൻ ചോദിക്കുന്നതിനുള്ള റൈറ്റ് ആൻസർ എനിക്ക് കിട്ടണം. എന്നാലേ ഇനി തൻ്റെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയൂ. ഡോക്ടർ കസേരയിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു. ചോദിച്ചോളൂ ഡോക്ടർ. അർണവ് ഡോക്ടർ സാമുവലിൻ്റെ ചോദ്യത്തിന് കാതോർത്തു. ഡോക്ടറിനെ തന്നെ ഉറ്റുനോക്കി അർണവ്. അമ്മയ്ക്ക് മുൻപ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ? ഐ മീൻ ഫിസിക്കലി ഓർ മെൻ്റലി? ഡോക്ടർ അവൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് അത് ചോദിച്ചത്. എന്ത് പറയണമെന്നറിയാതെ അർണവ് ഒന്ന് കുഴഞ്ഞു. ആദ്യം മുതൽക്കേ എല്ലാം പറയാമെന്ന് വെച്ചാൽ അത് ഏതെങ്കിലും തരത്തിൽ പുറത്ത് ലീക്കായാൽ അത് തങ്ങളുടെ ഭാവിയെ സാരമായി ബാധിക്കും. അർണവ് ഗാഢമായ ചിന്തയിലാണ്ടു. എന്നാൽ അർണവിൻ്റെ മുഖത്ത് മാറി മറിയുന്ന ഭാവങ്ങൾ ഒപ്പിയെടുക്കുകയായിരുന്നു ഡോക്ടർ. ഭിത്തിയിലേക്ക് ചാരി നിൽക്കുന്ന ആഹിയുടെ അടുത്തേക്ക് പതിയെ ചെന്നു ദേവു. അവൻ്റെ നിൽപ്പ് കണ്ടിട്ട് ഈ ലോകത്തെങ്ങും അല്ലാത്തതുപോലെ അവൾക്ക് തോന്നി. എന്തോ ഒരു പ്രേരണയാൽ അവൾ അവൻ്റെ തോളിലേക്ക് കൈവച്ചു. അവൻ പതിയെ അവളെ തല ഉയർത്തി നോക്കി. ചുമന്നിരിക്കുന്ന അവൻ്റെ കണ്ണുകൾ കണ്ട് അവൾ വല്ലാണ്ടായി. തൻ്റെ തോളിലേക്ക് അവളുടെ കൈകളെടുത്ത് അവൻ തന്നെ ഇരു കൈകളാൽ പൊതിഞ്ഞു പിടിച്ചു. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല, അവനെ ആശ്വസിപ്പിക്കാൻ എന്നോണം ദേവു പറഞ്ഞു. അതിനവൻ വേദനയിൽ കുതിർന്നൊരു ചിരി സമ്മാനിച്ചു. സി അർണവ്, ഇനി ചികിത്സ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതൊക്കെ അറിഞ്ഞേ തീരൂ. സോ പ്ലീസ് ടെൽ മീ. ഡോക്ടർ അർണവിനെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു. ഒടുവിൽ അർണവിന് എല്ലാം തുറന്നു പറയേണ്ടി വന്നു. പക്ഷേ ഇത്രയും നാൾ അസുഖമില്ലാതെയാണ് അമ്മ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നതെന്ന് മാത്രം അവൻ പറഞ്ഞില്ല. കാരണം അത് പറഞ്ഞാൽ അതിനു പിന്നാലെ മറ്റു പല ചോദ്യങ്ങളും ഉണ്ടാവും. അർണവ്, തൻ്റെ അമ്മയുടെ ബോഡിയിൽ അളവിൽ കൂടുതൽ സൈക്കോട്ടിക് ഡ്രഗ്സ് ചെന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് വരാൻ തന്നെ അതാണ് കാരണം. അത് ഞാൻ പറയാതെ നിനക്കറിയാലോ. അതെ ഡോക്ടർ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി എന്താണ് ചെയ്യാനുള്ളത്? അമ്മ ഇപ്പോൾ സുഖപ്പെട്ട് തിരികെ വീട്ടിലേക്ക് പോയാലും പിന്നീട് ഓരോ നിമിഷവും ഓരോ അറ്റാക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത്രയധികം സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അവരുടെ ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. സോ ബി കെയർഫുൾ. എന്തായാലും 2 days ഐസിയുവിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഡിസൈഡ് ചെയ്യാം. ഡോക്ടർ കസേരയിൽ നിന്നും എണീറ്റോണ്ട് ചോദിച്ചു. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഡോക്ടർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അയാളുടെ ക്യാബിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് നടന്നു. പുറത്ത് അവനെ കാത്ത് ആഹിയും ദേവും ഉണ്ടായിരുന്നു. ഡോക്ടർ ചോദിച്ച ചോദ്യങ്ങളും ഇനി മുൻപോട്ടുള്ള കാര്യങ്ങളുമെല്ലാം അവൻ അവരോടായി പറഞ്ഞു. ദേവുവിൻ്റെ മുഖത്ത് ആശ്വാസം നിഴലിച്ചു. എന്നാൽ ആഹി അതേ നിൽപ്പ് തന്നെ തുടർന്നു. ആഹി, ഒന്നിങ്ങ് വാ. അവനെ വിളിച്ചുകൊണ്ട് അർണവ് ഒരു സൈഡിലേക്ക് മാറി നിന്നു. ഡാ, ഇന്ന് പോകുന്നുണ്ടോ അങ്ങോട്ട്? അവൻ അടുത്തേക്ക് നടന്നു വന്ന ആഹിയോടായി അവൻ ചോദിച്ചു. വേണ്ട, സക്രിയ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ നിന്നും മാറി നിൽക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലല്ലോ ഇപ്പോൾ. ആഹി മറ്റെങ്ങോ നോക്കി അവനോടായി പറഞ്ഞു. അതിനു മറുപടിയായി അർണവ് എന്തോ പറയാൻ തുനിഞ്ഞതും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. മാത്വി, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം, ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്. ഫോൺ ഓണാക്കി ചെവിയിലേക്ക് വെച്ചുകൊണ്ട് മറുഭാഗത്ത് നിന്നുള്ള ചോദ്യത്തിന് പോലും ചെവി കൊടുക്കാതെ അവൻ പെട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്കിട്ടു. ദേവുവിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ആഹി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അതെന്താ, അവൾ നിന്നോട് വല്ലതും ചോദിച്ചോ? അർണവ് ഞെട്ടലോടെ ചോദിച്ചു. ഇല്ല, അവളുടെ പെരുമാറ്റത്തിൽ നിന്നും എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം. ഞാനൊന്ന് അബിയെ വിളിക്കട്ടെ, അവിടുത്തെ കാര്യങ്ങൾ എന്തായെന്ന് അറിയട്ടെ. ആഹി അത് പറഞ്ഞ് കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു. ഹലോ ആഹി. കോൾ കണക്റ്റ് ആയതും അപ്പുറത്തു നിന്നും അബിയുടെ സ്വരം കേട്ടു. അബി, എന്തായി? ആഹി ഗൗരവത്തോടെ ചോദിച്ചു. ആഹി, ഡാ, ആൻറ്റി ഇവിടെ ഇരിപ്പുണ്ട്. അങ്കിളിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇന്നലെ നൈറ്റ് വരാമെന്ന് പറഞ്ഞു പോയത് ആളാണ്. നീ മമ്മയുടെ അടുത്താണോ? ആഹി സംശയത്തോടെ ചോദിച്ചു. അല്ലടാ, ഞാൻ കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. എന്നാലും ആൻറ്റിക്ക് സംശയം തോന്നണ്ട എന്ന് വെച്ച് ഞാൻ അങ്ങനെ സംസാരിച്ചത്. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന കാര്യം വല്ലതും സൂചിപ്പിച്ചോ? നീ ചെന്നതിൽ സംശയമൊന്നുമില്ലല്ലോ? ആഹി അവളോടായി ചോദിച്ചു. ഇല്ലടാ, വേറൊന്നും പറഞ്ഞില്ല. പക്ഷേ ആൻറ്റിക്ക് നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. ഡാ, ഐ തിങ്ക് ആൻറ്റിക്കൊന്നും അറിയില്ല, അബി പതിയെ പറഞ്ഞു. ഐ നോ. എന്തായാലും ഒരു 1 hour നീ മമ്മയുടെ അടുത്തിരിക്കുക. സംശയപരമായി എന്തെങ്കിലും തോന്നിയാ നീ എന്നെ വിളിക്ക്. ഓക്കെ? ഓക്കേടാ. അബി, സിദ്ധു ഓക്കെ അല്ലേ? ആടാ, ഓക്കെയാണ്. ഇന്നലെ രാത്രി ഫുഡൊക്കെ തനിയെ കഴിച്ചു. അബി അത് പറയുമ്പോൾ അവളുടെ മനസ്സിലെ സന്തോഷം വാക്കുകളിൽ പ്രകടമായിരുന്നു. എന്നാൽ ഓക്കെ. അതും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തു. അബിയെ വിളിച്ചതാ ഞാൻ. അവിടെ മമ്മയുടെ അടുത്ത് അവൾ. ആഹി അർണവിനോടായി പറഞ്ഞു. ഓക്കെ അല്ലേ എല്ലാം? അർണവ് ചോദിച്ചു. ആഹി ഒന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞ് ചേരി തല ഭിത്തിയിലേക്ക് ചാരിയിരിക്കുന്ന ദേവുവിൻ്റെ അടുത്തേക്കായി നടന്നു. ദേവുവിൻ്റെ അടുത്തെത്താറായതും ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ഐസിയുവിനടുത്തേക്ക് ഓടിക്കയറുന്നത് കണ്ട് സംശയത്തോടെ ആഹി അവിടെ തന്നെ നിന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ
അർണവും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. ദേവു ഓടി ആഹിക്കരികിലേക്ക് ചെന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ വെപ്രാളത്തോടെ അവനോട് ചോദിച്ചു. അതിന് ആഹി മറുപടി ഒന്നും പറഞ്ഞില്ല. ഐസുവിനകത്തേക്ക് തന്നെ നോക്കി നിന്നു. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ അവൻ്റെ മനസ്സപ്പോ മന്ത്രിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് എന്താണെന്ന് മാത്രം അവന് മനസ്സിലായില്ല. പെട്ടെന്ന് ഡോറ് തുറന്ന് ഒരു നഴ്സ് പുറത്തേക്ക് വന്നു. മക്കളെ രണ്ടുപേരെയും പേഷ്യൻ്റ് തിരക്കുന്നുണ്ട്, അകത്തേക്ക് വന്നോളൂ. നഴ്സ് അത് പറഞ്ഞ് അകത്തേക്ക് പോയതും ആഹിയും അർണവും ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. അവിടെ അവരെ കാത്തുന്ന പോലെ ആ നഴ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. ദേ, ഇതൊക്കെ ഇട്ടിട്ട് അകത്തേക്ക് വന്നോളൂ. നഴ്സ് കയ്യിൽ കരുതിയ 2 ഹോസ്പിറ്റൽ ഗൗണും മാസ്കും ക്യാപ്പും എടുത്ത് അവർക്ക് നേരെ കൊടുത്തോണ്ട് അകത്തേക്ക് പോയി. ഇരുവരും അത് യാന്ത്രികമായി തന്നെ ധരിച്ചു. അകത്തേക്ക് കയറുമ്പോൾ അങ്ങിങ്ങായി കൂടി നിൽക്കുന്ന ഡോക്ടേഴ്സിനെയും ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന നഴ്സുമാരെയും കൂടെ മോണിറ്ററിൽ കണ്ട കാര്യങ്ങൾ കൂടിയായപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അർണവിന് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. അമ്മ ഇനി അധിക നേരമില്ലെന്ന് അവനെ അവിടുത്തെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്തോണ്ടിരുന്നു. ഇടറുന്ന കാലുകളോടെ അവർ ആഹിക്ക് പിന്നാലെ നടന്നു. അധികം സംസാരിപ്പിക്കരുത്, അത്രമാത്രം ഒരു ഡോക്ടർ പറഞ്ഞു. ബെഡിലേക്ക് നോക്കിയപ്പോൾ കുറേ വയറുകൾക്കും ട്യൂബുകൾക്കും ഇടയിൽ കിടക്കുന്ന അമ്മയെ കണ്ട് ആഹിയുടെ ചങ്ക് പിടഞ്ഞു. ആ നിമിഷം അവരെ കണ്ണുകൾ കൊണ്ട് മാടി വിളിക്കുകയായിരുന്നു ഗീത. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു നേഴ്സ് അവരുടെ മുഖത്തു നിന്നും ഓക്സിജൻ മാസ്ക് മാറ്റി. അമ്മയ്ക്കിനി അധിക സമയമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇന്നലെ ഒരു ദിവസം എനിക്ക് നിങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയല്ലോ, അത് മതി അമ്മയ്ക്ക്. അത് പറഞ്ഞതും അവർ ദീർഘമായി ശ്വാസമെടുക്കാൻ തുടങ്ങി. ഹേയ്, ഗെറ്റ് ദം ഔട്ട്സൈഡ്. ഒരു ഡോക്ടർ അത് പറഞ്ഞതും അറ്റൻഡർ ആഹിയെയും അർണവിനെയും കൂട്ടി പുറത്തേക്കിറങ്ങി. ഒന്നും മനസ്സിലാകാതെ സ്തബ്ധതയായി നിൽക്കാനേ ആഹിക്ക് കഴിയുമായിരുന്നുള്ളൂ. ഡാ, അമ്മയ്ക്ക് എന്തെങ്കിലും? ആഹി ഒരു വിറയലോടെ ചോദിച്ചു. ആഹി, ഐ തിങ്ക് അമ്മ ഈസ് നോ മോർ. അർണവ് അത് പറഞ്ഞതും പിന്തിരിഞ്ഞ് നടന്നു. കണ്ണുകളിൽ കണ്ണുനീർ കുമിഞ്ഞു കൂടുന്നുണ്ടായിരുന്നു അവൻ്റെ. അമ്മയ്ക്കു വേണ്ടി ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോയെന്നൊരു തോന്നൽ. തൻ്റെ മനസ്സിലെ സങ്കടം ആഹി കാണാതിരിക്കാൻ കനിഞ്ഞു പരിശ്രമിച്ചുകൊണ്ട് അർണവ് ഹോസ്പിറ്റലിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിലേക്ക് നടന്നു നീങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ ആഹിയും അവന് പിന്നാലെ നിറഞ്ഞ കണ്ണുകളാൽ നടന്നു. ആഹിയേട്ടാ. പുറകിൽ നിന്നും ദേവുവിൻ്റെ അലർച്ച കേട്ടതും ആഹിയും അർണവും ഒരുപോലെ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. അവിടെ ഒരു നഴ്സിനടുത്തായി ജീവശവം കണക്കെ ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ദേവുവിനെ കണ്ട് അവർ അവൾക്കരികിലേക്ക് ഓടിപ്പാഞ്ഞെത്തി. അമ്മ പോയി. ദേവു അത് പറഞ്ഞ് ഒരു കരച്ചിലോടെ ആഹിയുടെ നെഞ്ചിലേക്ക് വീണു. അവളിൽ കേട്ട വാക്കിൽ കുരുങ്ങി ഷോക്കേറ്റ പോലെ നിൽക്കാനേ ആഹിക്ക് കഴിഞ്ഞുള്ളൂ. എന്നാൽ മനസ്സിൻ്റെ സമനില വീണ്ടെടുത്തുകൊണ്ട് അർണവ് ഐസുവിനകത്തേക്ക് കയറാനൊരുങ്ങി. സർ പ്ലീസ്, പ്രൊസീജിയേഴ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല, വിളിക്കാം. അവനെ തടഞ്ഞുകൊണ്ട് ഒരു നഴ്സ് പറഞ്ഞു. അതോടെ അർണവ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. അവനൊരു ആശ്രയത്തിന് എന്നോണം ഭിത്തിയിലേക്ക് ചാരി നിന്നു. എന്നാൽ ആഹി അപ്പോഴും അതേ നിൽപ്പ് തുടർന്നു. ദേവു കരച്ചിലൊന്നടങ്ങി തേങ്ങിക്കൊണ്ട് മുഖമുയർത്തിയപ്പോൾ കണ്ടത് ഐസുവിനകത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ആഹിയെയാണ്. അവൻ്റെ ആ നിൽപ്പ് കണ്ട് ദേവു വല്ലാണ്ട് ഭയന്നു. വിധിയുടെ വിളയാട്ടത്തിൽ നിന്നോ നഷ്ടപ്പെട്ട പെറ്റമ്മയുടെ സ്നേഹം പിന്നെയും തിരികെ കിട്ടിയപ്പോൾ അതൊരു ദിവസത്തേക്കായിരുന്നിട്ട് കൂടിയും അത്രയും സന്തോഷവാനായിരുന്നു. പക്ഷേ ഇപ്പോൾ അതേ വിധി തന്നെ വീണ്ടും. അവൾക്ക് ആലോചിക്കും തോറും ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. പതിയെ അവൻ്റെ തോളിലായി തട്ടി വിളിച്ചു അവൾ. അവളെ നോക്കി അവൻ്റെ കണ്ണുകളിലെ നീർത്തിളക്കം കണ്ടു അവൾ. പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ബോഡി വിട്ടുകിട്ടുമ്പോൾ പിറ്റേന്ന് രാവിലെ ആയിരുന്നു. അവരുടെ പഴയ വീടിനടുത്തായി അമ്മയെ അടക്കാൻ സ്ഥലം ശരിപ്പെടുത്തിയതും കുഴി വെട്ടിയതുമൊക്കെ അർണവിൻ്റെ തീരുമാനങ്ങളായിരുന്നു. എല്ലാവരും അവൻ്റെ ആ തീരുമാനത്തിൽ 100% കൂടെ നിന്നിരുന്നു. ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയുമെങ്കിലും ആഹി പൊതുവെ വളരെ നിശബ്ദനായി കാണപ്പെട്ടു. എല്ലാം കഴിഞ്ഞ് അവർ തങ്ങുന്ന വില്ലയിലേക്ക് യാത്ര തിരിച്ചുവെങ്കിലും ദേവു അമ്മയെ തനിച്ചടക്കേണ്ടി വന്ന വിഷമത്തിലായിരുന്നു. അമ്മയോട് കൂടെ 2 ദിവസമേ ചിലവഴിച്ചുള്ളൂ എങ്കിലും ആ അമ്മ അവരുടെ ഉള്ളിൽ 10 മടങ്ങ് ശോഭയാൽ ഉദിച്ചു നിന്നിരുന്നു. വില്ലയിൽ ചെന്ന പാടി ആഹി നേരെ മുകളിൽ റൂമിലേക്ക് പോയി. അവൻ്റെ നിശബ്ദത അർണവിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ചെല്ല് ദേവു, നീയും കൂടി. നീ ഉണ്ടാവണം ഇനി എപ്പോഴും അവനൊപ്പം. ഒറ്റയ്ക്കാക്കരുത് അവനെ. വേദനയാലെ അത് പറഞ്ഞ് അർണവ് തൻ്റെ റൂമിലേക്കായി പോയി. ചന്തു, നീ റൂമിൽ പൊക്കോ, ഞാൻ വന്നേക്കാം. ദേവു അത് പറഞ്ഞ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. അർണവിനെ ഓർത്ത് അവൾ വല്ലാണ്ട് വിഷമിച്ചു. ആഹിയേട്ടന് താനുണ്ട്, പക്ഷേ അർണവിന് തൻ്റെ വിഷമങ്ങൾ ഒന്നിറക്കി വെക്കാൻ ആരുമില്ലല്ലോ. മാത്യുയുടെ കാര്യം അവൾക്ക് അറിയാമായിരുന്നു എങ്കിലും ഇപ്പോൾ അവളുടെ സാന്നിധ്യം ഇവിടെ ഇല്ലാന്ന് അവൾ വേദനയോടെ ഓർത്തു.
എങ്ങനെയും മാത്യുയെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ദേവു ആഹിയുടെ മുറിയുടെ മുൻപിലെത്തി. വേഷം പോലും മാറാതെ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന അവനെ കണ്ട് അവൾ കട്ടിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ്റെ മുടിയിഴകളിൽ കൂടി വിരലോടിച്ചു. അവളുടെ സാമീപ്യം അറിഞ്ഞെന്നോണം അവൻ തല ഉയർത്തി അവളുടെ മടിയിലേക്ക് വെച്ചു. അവളുടെ കൈകൾ പിന്നെയും അവൻ്റെ മുടിയിഴകളിലൂടെ യാന്ത്രികമായി ചലിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ വിഷമിക്കല്ലേ, എങ്ങനെ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, ദേവു സങ്കടത്തോടെ അവനോട് പറഞ്ഞു. കൈകൾ അവൻ്റെ മുടിയിഴക്കുള്ളിലൂടെ പതിയെ ചലിച്ചുകൊണ്ടേയിരുന്നു. എനിക്കറിയില്ല ദേവു, എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെയെന്ന്. ചെറിയൊരു സന്തോഷത്തിനൊപ്പം 1000 ദുഃഖങ്ങൾ ഉണ്ടാവും കൂട്ട്. അവൻ്റെ സ്വരം ഇടറിപ്പോയിരുന്നു. ആഹിയേട്ടനിപ്പോൾ കുറച്ചു നാളുകളായല്ലേ അനുഭവിക്കേണ്ടി വന്നുള്ളൂ. അതിനു മുൻപ് നല്ല ലൈഫായിരുന്നു അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ. പക്ഷേ ഞാനോ, എൻ്റെ കാര്യം ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ 2 മക്കളെ വളർത്താൻ അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പാട് കണ്ട് ഞാൻ പഠിപ്പ് പോലും വേണ്ടാന്ന് വെച്ചത്. പിന്നെ പഠിക്കാനിറങ്ങി തിരിച്ചതല്ലേ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഞാൻ. ദേവു പറഞ്ഞു തീരുന്നതിന് മുൻപേ അവൻ തൻ്റെ കൈകളാൽ അവളുടെ വാ പൊത്തിയിരുന്നു. പതിയെ അവൻ എഴുന്നേറ്റ് അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുനീർ കുമിഞ്ഞുകൂടിയ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ധൈര്യം അവൻക്കുണ്ടായിരുന്നില്ല. ദേവു, നിന്നെ ഞാൻ എത്രമാത്രം ദ്രോഹിച്ചു. അതിനുള്ള ശിക്ഷയായിട്ടായിരിക്കും ദൈവം എനിക്കിപ്പോൾ ഈ വേദനകളൊക്കെ തന്നിരിക്കുന്നത്. പക്ഷേ നിന്നെ ഞാനിപ്പോൾ എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നുണ്ട് ദേവു. കൈവിട്ട് കളയില്ല ഞാൻ ഒരിക്കലും. പക്ഷേ എനിക്കൊരു ഭയമുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം എന്നെ വിട്ടുപോകുന്നു. നീയും കൂടി എന്നെ ഇട്ടിട്ട് പോയാൽ പിന്നെ ഈ ആഹിറില്ല. അത്രയും പറഞ്ഞപ്പോഴേക്കും ദേവു അവനെ ഇറുക്കെ പുണർന്നിരുന്നു. ഞാനുണ്ടാകും കൂടെ എന്നും. ഒരിക്കലും ഇട്ടിട്ട് പോകില്ല. പോകാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്ക് വേണ്ടി ഈ സഹിക്കുന്നതിനൊക്കെ സ്നേഹം കൊണ്ടെനിക്ക് പകരം ചെയ്യണം. ദേവു അവൻ്റെ മൂർത്താവിൽ അമർത്തിമുത്തി. അവനൊന്ന് മുഖം ഉയർത്തി നോക്കിക്കൊണ്ട് അവളുടെ മാറിടങ്ങൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ദേവു ചോദിച്ചു. അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. ഗബ്രിയേൽ സാറിനും ആഹിറേറ്റിൻ്റെ പപ്പയ്ക്കും എന്താ പറ്റിയേ? അവരെന്താ ചെയ്തേ? ദേവു പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ആഹി ഞെട്ടി മുഖം ഉയർത്തി അവളെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ ദേവു, നീ അത് അറിയാനുള്ള സമയമായിട്ടില്ല. അവൻ്റെ താല്പര്യമില്ലായ്മ പൂർണ്ണമായും മുഖത്ത് പ്രകടമായിരുന്നു. ദേവു ഒരു നിമിഷമൊന്ന് പതറിയെങ്കിലും ഒന്ന് ചിരിച്ചു. എന്നോടെന്തിനാ മറച്ചു വെക്കുന്നേ? ജീവിതകാലം മുഴുവൻ കൂടെ കഴിയേണ്ടവളല്ലേ ഞാൻ. ആ എന്നോടെന്താ സത്യം പറയാത്തെ? കുറച്ചു മുൻപേ കൂടെ പറഞ്ഞതല്ലേ എന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നു എന്ന്. എന്നിട്ടാണോ എന്നോടിങ്ങനെ? ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ അവൻ ചൂണ്ടുവിരലാൽ തുടച്ചു മാറ്റിക്കൊണ്ട് അവളെ തന്നോട് ചേർത്തിരുത്തി. നാളെ നമുക്കൊരിടം വരെ പോണം, ആഹി സൗമ്യമായി പറഞ്ഞു. എവിടെ? ദേവു കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. മമ്മയുടെ അടുത്തേക്ക്, ആഹി ശാന്തമായി പറഞ്ഞു. ഞാനെന്തിനാ അങ്ങോട്ടേക്ക്? എന്നെ മമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലെന്ന് ആഹിയേട്ടനും അറിയില്ലേ. പിന്നെ എന്നെ എന്തിനാ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? ദേവു ഒന്ന് നിർത്തി. നിന്റെ സാമീപ്യം ഇപ്പം അമ്മയ്ക്ക് വേണം ദേവു. ആഹി പറയുന്നത് കേട്ട് ദേവു ഒന്നും മനസ്സിലാകാത്ത പോലെ അവനെ നോക്കി.